2025 ഓണം കുറച്ച് സ്പെഷ്യലാട്ടോ. ഷോപ്പിങ്ങിന് പോകുന്നതിന്റെ മുന്നേ അച്ഛമ്മേനെ ഒന്ന് കാണാൻ പോയി. ഓണല്ലേ, കസിൻസ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാനും ഐശുവും കൂടെ ഒരു മിനി ഷോപ്പിങ്ങിന് ഇറങ്ങി. സെറ്റ് മുണ്ട് മേടിക്കല ആദ്യത്തെ ടാസ്ക്. ഈ പരിപാടിയൊക്കെ ഞാൻ അധികം അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ ചെയ്യാറെങ്കിലും ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയി മേടിക്കുന്നത്. സംഭവം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സ്പീഡിൽ ഞങ്ങൾ സെറ്റ് മുണ്ടൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി അതിന്റെ ബ്ലൗസ് സെറ്റ് ചെയ്യണം. ഓണത്തിന്റെ തലേന്നായതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനൊന്നും ടൈമില്ല. അപ്പൊ പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് തപ്പിയിറങ്ങി. റെയർ കളറായിട്ടും സെറ്റ് മുണ്ട് കിട്ടിയ സ്പീഡിനേക്കാൾ വേഗത്തിൽ നമുക്ക് ബ്ലൗസും സെറ്റായി. ബ്ലൗസ് വാങ്ങാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പം നല്ല പപ്സിന്റെ സ്മെല്ലടിച്ചു. എന്നാ പിന്നെ ബ്ലൗസ് വാങ്ങിയിട്ട് നേരെ അത് വന്ന് കഴിച്ചു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ SM സ്ട്രീറ്റ് ആണ്. ഓണത്തിന്റെ തലേന്നായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും അറിയാം. അത് മാത്രമല്ല കാല് കുത്താൻ സ്ഥലമല്ലേ, തിങ്ങിനിറങ്ങി പോകുന്ന ആൾക്കാരുടെ ഒരു റീലും ഐശു അപ്പൊ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങൾ പോയിട്ടുള്ളത് കുപ്പിയോടെ വാങ്ങാനാണ്. ഇപ്രാവശ്യം ഓണത്തിന് രണ്ടാളും നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്താലോ എന്ന് അവളുടെ ഐഡിയ ആയിരുന്നു. എന്നാ പിന്നെ വെറൈറ്റിക്ക് നമുക്ക് ചെയ്താലോ എന്ന് കട്ട സപ്പോർട്ടുമായിട്ട് ഞാനും ഉണ്ടായി. ഈ കമ്മല് വെറൈറ്റി ആയി തോന്നുന്നില്ലേ? അതങ്ങ് ഞങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ ഒയാസിസിലൂടെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടുപെട്ടത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു കുപ്പി വാങ്ങണമെന്ന് പണ്ട് എപ്പോഴും ഉണ്ടായിരുന്ന ഒരാഗ്രഹം പെട്ടെന്ന് മുന്നിലോട്ട് വന്നു. ഞങ്ങൾ ചുമ്മാ നോക്കാൻ കയറിയതാണെങ്കിലും ആ ബോട്ടിൽ എടുത്തിട്ടാട്ടോ ഞാൻ വന്നേ. അതിൽ ബ്ലൂ കളറാണ് ഞാൻ വാങ്ങി. വേറെ ഒന്നുമല്ല, തൊട്ടപ്പുറത്തുനിന്ന് നല്ല മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ചേച്ചി എൻ്റെ കയ്യിലും ഉണ്ടെന്ന്. പിന്നെ ഞാൻ എന്ത് നോക്കണം. അങ്ങനെ അതും കഴിഞ്ഞ് ആൻറ്റിക്ക് ഒരു സെറ്റിന്റെ ചുരിദാർ വാങ്ങണമായിരുന്നു. അവരുടെ പാക്കിംഗ് കണ്ടോ, അടിപൊളിയാണ്. ഇത്രയും ഫ്രീ ആയിട്ട് ഞങ്ങൾ SM സ്ട്രീറ്റിൽ കറങ്ങി നടന്നിട്ടുണ്ടോന്ന് സംശയം. കാരണം മിക്കപ്പോഴും പാരന്റ്സും ഉണ്ടാവും, പിന്നെ നമ്മൾ ടയേർഡും ആവും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കറങ്ങി നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് വാങ്ങുന്നത് വളരെ കുറവാണ്. ഓണായതുകൊണ്ട് തന്നെ SM സ്ട്രീറ്റ് നല്ല വൈബായിട്ട് ഓണായി കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഓണത്തപ്പനെ കണ്ണിൽപ്പെടുന്നത്. ഞാൻ ആദ്യമായിട്ട് ഓണത്തപ്പനെ കാണുന്നത്. ഞങ്ങൾ എത്ര നോക്കിയിട്ടും മൂപ്പരിങ്ങോട്ട് നോക്കുന്നില്ല. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാന്നുള്ള ചിന്ത എന്തായാലും വരും. കാരണം സമയം അത്രയൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും 4 മണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിച്ചിട്ടുണ്ട്. SMന്റെ അവിടെ നിന്നാണ് മാവേലിക്കസിന്റെ പോസ്റ്റർ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ബീച്ചിൽ പോയ 2 പരിപാടി നടക്കും. ഒന്ന് ബീച്ചും കാണാം, ഒന്ന് കേരള സർക്കാരിന്റെ ഓണം പ്രോഗ്രാമും കാണാം. എന്താ പ്രോഗ്രാം എന്ന് പോലും അറിയാതെയാണ് ഞങ്ങൾ ഈ പോകുന്നത്. എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാവും തന്നെയാണ് മനസ്സിലെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ബീച്ചിലെ സൺസെറ്റും കണ്ടു കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാം. നോട്ടീസ് ബോർഡ് കുറച്ച് ദൂരെയാണ് കണ്ടത്. അന്ന് സെപ്റ്റംബർ 2 ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പ്രോഗ്രാം എന്നറിയാൻ ഞാൻ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തു. ആൽമരം ബാൻഡിന്റെ പ്രോഗ്രാം ആയിരുന്നു. സംഭവം പരിപാടി 7 മണിക്കേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾ എത്തിയതോ 4:45 5 മണിക്ക്. പരിപാടിക്കായിട്ട് അധികം ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ബീച്ചിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. സ്റ്റേജിൽ അവർ സൗണ്ട് ചെക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് വരാനായി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, 7 മണിക്ക് തുടങ്ങിയാൽ നമ്മളെപ്പോഴാണ് വീട്ടിൽ പോവുക? അപ്പൊ പിന്നെ വീട്ടിൽ വിളിച്ച് കൺവിൻസ് ചെയ്യണം. ഓണത്തലേന്നും നല്ല തിരക്കുള്ള റോഡും 2 പെൺകുട്ടികളായതുകൊണ്ട് വീട്ടിൽ നിന്ന് സമ്മതിക്കാൻ കുറച്ച് പാടാണ്. എന്തായാലും വല്ലപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നതെന്നുള്ളതുകൊണ്ട് വീട്ടിൽ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറുതായി പാടുപെട്ടു. ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, 10 മണിക്കുള്ളിൽ വീട്ടിലെത്തിയിരിക്കണം. ഇവിടുന്നാണെങ്കിൽ 3/4 മണിക്കൂറുണ്ട് വീട്ടിലേക്ക്. അതൊക്കെ സിമ്പിളായിട്ടൊന്ന് വീരവാദം മുഴക്കിയത് ഞാനാണ്. കാരണം പരിപാടി 7 മണിക്കല്ലേ, ഒരു 10 മണിയാകുമ്പോൾ പരിപാടി തീരും. അതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് ഇറങ്ങിയാലും മതിയാവും എന്നൊക്കെയായിരുന്നു പ്ലാനെങ്കിലും പരിപാടി തുടങ്ങിയത് 8 മണിക്കാ. അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. 2 ഗേൾസിന് രാത്രിയിലൊറ്റയ്ക്ക് ബീച്ചിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നത് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അനിയന്മാരെയും വിളിച്ചിട്ടുണ്ടായി. ഒരാൾ തിരക്കിലായിരുന്നു, ഒരാൾ പണി കഴിഞ്ഞ് ഈ വഴി വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതെല്ലാം സെറ്റായി. ഇനിയിപ്പം 7 മണി വരെ വെയിറ്റ് ചെയ്യണമല്ലോ. വേറെ എന്ത് പരിപാടി, സൺസെറ്റൊക്കെ കണ്ടങ്ങിരിക്കുക. അടിപൊളിയല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ആണ് കാലിക്കറ്റ് ബീച്ച്. കുറേ നേരമായില്ലേ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കണേ. അതുകൊണ്ട് തന്നെ ഫോണിൽ ആകെ 7% ഉള്ളൂ. അത് 2% ആവാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. ഇവിടുത്തെ സൺസെറ്റൊക്കെ എത്ര കണ്ടാലും മതി വരാത്ത കാര്യമാണ്. പരിപാടി തുടങ്ങാൻ ഒരുപാട് സമയം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ടീ ഷോപ്പിൽ പോയി ഞങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുകയും ചെയ്തു. 2 ചായയും പറഞ്ഞിരുന്നു. ഫോണൊന്ന് ചാർജായി വന്നപ്പോഴേക്ക് രാത്രി ഇരുട്ടിയിരുന്നു. അങ്ങനെ പിന്നെ അവനും വന്നു. പരിപാടി തുടങ്ങാൻ നല്ല ലാഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പോപ്കോണൊക്കെ മേടിച്ചെന്നു. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോൾ തുടങ്ങും എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ അങ്ങനെ അവസാനം കുറേ ചടങ്ങുകളും പരസ്യങ്ങളും കഴിഞ്ഞ് സംഭവം തുടങ്ങി. ഫൈനലി നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്നെക്കാളും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത് ഐശുവിനായിരുന്നു. ഐശുവിന്റെ ലൈഫിൽ ആദ്യത്തെ ലൈവ് കൺസേർട്ടാണ്. അങ്ങനെ കയ്യിലെടുത്ത ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ഞങ്ങളുടെ ഇനീഷ്യൽ പ്രഹസനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയുള്ള ബാൻഡുകളെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് നല്ല മാസ്സായിട്ടുള്ള പെർഫോമൻസും കാഴ്ചവെച്ചിട്ടാണ് ഫസ്റ്റത്തെ പെർഫോമൻസുമായിട്ട് ആൽമരം ബാൻഡ് സ്റ്റേജിലേക്ക് വന്നത്.
പെർഫോമൻസ് അല്ലേ. ഫസ്റ്റ് സോങ്ങിൽ തന്നെ ഞങ്ങൾ ഫ്ലാറ്റ് ആയിട്ടോ. നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന വോയിസ് അവൾ പോണോ എന്ന് ചോദിക്കുന്നത്. അപ്പം എന്താ, നല്ല വൈബായി കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു, നല്ല പീക്ക് മൊമെന്റിലായിരുന്നു. നമുക്ക് വീട്ടിൽ പോകാൻ സമയമായി. വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നത്. എനിവേ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് അവൾ അടിപൊളിയായി എൻജോയ് ചെയ്തു. ബിക്കോസ് എൻ്റെ വൺ ഓഫ് ദ ഡ്രീംസിലൊന്നായിരുന്നു അവളെ ഒരു കൺസേർട്ട് കൊണ്ട് കാണിക്കുക എന്നുള്ളത്. കാരണം ഞാൻ പലപ്പോഴും ട്രിവാൻഡ്രത്തുനിന്നോ കൊച്ചിയിൽ ഒക്കെ ലൈവ് കൺസേർട്സ് കാണാറുണ്ട്. എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എപ്പോഴും അവൾ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും അത് നടത്തിക്കൊടുത്ത സന്തോഷത്തിലാണ് ഞാനും. ആൻഡ് ഫൈനലി വീട്ടുകാരുടെ വാക്ക് പാലിച്ചിട്ട് തന്നെ കറക്റ്റ് 10:05 ടൈമിൽ ഞങ്ങൾ വീട്ടിലെത്തി. ഫൈനലി നമ്മുടെ ഓണം ഷോപ്പിംഗ് ഡേ കഴിഞ്ഞിരിക്കുന്നു. ഗുഡ് നൈറ്റ് ടു എ ബ്യൂട്ടിഫുൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഓണം ഷൂട്ട് ഡേ. രണ്ടാളും കുളിച്ചൊരുങ്ങി സുന്ദരി കുട്ടികളായിട്ട് ശ്രീ മണ്ണൂർ മഹാശിവക്ഷേത്രത്തിലേക്ക് വന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ടെമ്പിൾ. അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ആരംഭിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ അതിനൊന്നുള്ള നേരം ഉണ്ടായില്ല. 2 സുന്ദരി കുട്ടികൾ ഒരുങ്ങി വരാൻ ഒരുപാട് നേരം എടുക്കുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോണ വഴിയിലൊക്കെ കുറച്ച് സ്പോട്സ് കണ്ടപ്പം അവിടെയൊക്കെ നിർത്തിയിട്ട് പരിപാടി അങ്ങോട്ട് ആരംഭിച്ചു. കൂടുതലും വീഡിയോസിനേക്കാൾ ഉപരി കുറേ ഫോട്ടോസാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഷൂട്ടാണല്ലോ, വീഡിയോ ഷൂട്ടല്ലല്ലോ പ്ലാൻ ചെയ്ത്. പക്ഷെ എങ്ങനെ വന്നാലും വീഡിയോസ് ഇല്ലാതെ എനിക്ക് പറ്റൂല. ഐശുവിനെ കൊണ്ട് അവിടെ ഇവിടെയായിട്ട് കുറേ ക്ലിപ്സ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ആരും കാണാനില്ല. ആൻഡ് അമ്പലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം എസ്തെറ്റിക് ആയിട്ടുള്ള എല്ലാ സ്പോട്സും നമ്മൾ കവർ ചെയ്തിട്ട് തന്നെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രൊഫഷണലി വെല്ലായിട്ടൊന്നല്ല എടുത്തതെങ്കിലും കൂടി ഐഫോൺ ഉണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ ധാരണയിലാണ് നമ്മൾ എടുത്തു പോയിട്ടുണ്ടായിരുന്നത്. ഈ ചക്ക വീണു മുയൽ ചത്തു എന്ന് പറയുന്ന മാതിരി ചിലപ്പോഴൊക്കെ നമ്മുടെ ഫോട്ടോസിന് ഒരു പ്രൊഫഷണൽ ടച്ചൊക്കെ വരാറുണ്ട്. ഈ ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴും എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു മൊമെന്റ് എന്താന്ന് വെച്ചാൽ ഐഷുവിന് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് കൊടുക്കാനും സ്നാപ്സ് എടുത്ത് കൊടുക്കാനും ഉള്ളതായിരുന്നു. നേരെ തിരിച്ച് എനിക്ക് തോന്നുന്ന അവൾക്കും അതേപോലെ തന്നെയായിരുന്നു. അവളും എനിക്ക് വേണ്ടിയും കുറേ എഫേർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളാദ്യം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഒരുപാട് നേരം പ്രഹസനം നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അമ്പലത്തിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതൊക്കെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷൂട്ടിനായിട്ടും 11 മണി 12 മണി ടൈമിലൊക്കെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് അറിയൊന്നുമില്ലായിരുന്നു. എന്തായാലും ഉള്ളിലോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെ അതിലും മനോഹരമായിട്ടുള്ള സ്പോട്സ് ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മയുടെ വീട്ടിലെ കസിൻ്റെ ഒരു സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ഇവിടെ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റെഫറൻസസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1993 പുറത്തിറങ്ങിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി ലൊക്കേഷൻ ആയിരുന്നു. മൂവിയുടെ നെയിം നാരായം എന്നാണ്. ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തല്ലേ? ഒന്ന് തൊഴുതിട്ട് പോകാൻ എഴുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണെന്ന് പറഞ്ഞു. ഇത്രയും ചുറ്റി തിരിയേണ്ടി വരുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല. മാഷെന്താ ഇതിലെ? ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സംഘമുണ്ട്. ഇടയ്ക്ക് അല്പം കവിതയും തർക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. എന്നാ വൈകണ്ട. എന്തായാലും നമ്മൾ നന്നായി എക്സ്പ്ലോർ ചെയ്തിട്ടായിരുന്നു ഈ ഓണം ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം ഈ അമ്പലത്തിൻ്റെ ഭംഗി നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല.
പക്ഷേ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ടൈമും വാല്യുബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും ഞങ്ങളുടെ നാടിനെ ഏറ്റവും ശക്തമായി പിടിച്ചു നിർത്തുന്ന ഒരു ദൈവസന്നിധി കൂടിയാണിത്. ഒരുപാട് കല്യാണ ഷൂട്ടുകളും മൂവി ഷൂട്ടുകളൊക്കെ നടക്കുന്ന ലൊക്കേഷൻ ആയിരുന്നു ഇത്. ഫൈനലി ഇനിയിപ്പോൾ തിരിഞ്ഞുകളിയൊക്കെ കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. വേറെ ഒന്നുമല്ല, നട്ടുച്ച നേരമായിട്ടുണ്ട്. ഫോണിൽ ചാർജും തീരാനായി. മെയിൻ കാര്യം ഫോണിൽ ചാർജ് ഇല്ല എന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാവുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ പരിപാടി നിർത്തിയിട്ട് പോവുക. അല്ലാതെ നട്ടുച്ചയായെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഫോട്ടോഷൂട്ടിനായി നമ്മൾ കുറേ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 8-10 വർഷം മുന്നേ എടുത്തു വെച്ചതൊക്കെ ഇപ്പോഴാണ് ഉപകരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ജേർണൽ ബുക്കാണ് ഞങ്ങൾ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഐഷുവിൻ്റെ എത്രയോ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കണ കാലത്ത് അവള് ഉണ്ടാക്കിയെടുത്തിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു. അതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോഴും എടുത്തു വെക്കാൻ കാരണം ഞാനായതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഒരു കാര്യം സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. ഇനി നമുക്ക് ഉത്രാടദിന കാഴ്ചകളിലേക്ക് പോയാലോ. അന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി സദ്യ ഉണ്ടാക്കൽ തന്നെയാണ്. ചെറിയോണായതുകൊണ്ട് തന്നെ വീട്ടിൽ അമ്മയും ഞാനും അച്ഛനും അനിയനും മാത്രമേ ഉണ്ടായുള്ളൂ. എല്ലാ പച്ചക്കറികളും അരിഞ്ഞ് അമ്മേനെ സഹായിച്ചപ്പം എനിക്കൊരു പൂതി, കുറേ പച്ചക്കറിയുള്ള സാധനം ഒന്ന് വെച്ചാലോ എന്ന്. അങ്ങനെയാണ് ഞാൻ അവിയൽ ചൂസ് ചെയ്തിട്ട് അവിയൽ വെക്കുന്നത്. അമ്മയുടെ ഗൈഡൻസ് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിയൽ അടിപൊളിയായിട്ട് സെറ്റായി. ഏറ്റവും അവസാനം ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനൽ പാർട്ടിന് സെറ്റായി. അങ്ങനെ നമ്മൾ സാമ്പാർ, ഓലൻ, അവിയൽ, കൂട്ടുകറി, പുളിങ്കറി, ഉപ്പേരി, പപ്പടം, അങ്ങനെ സകലമാന സദ്യ ഐറ്റംസും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി നമുക്കിനി വെച്ചു കൊടുക്കണം. ഇത് കാരണവന്മാർക്ക് വെച്ചു കൊടുക്കലാണ്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. കൂടെ സേമിയ പായസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസത്തിന്റെ മത്ത് പിടിച്ചാണ് ഞങ്ങൾ തിരുവോണത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ടെന്താ വല്ല മാറ്റം ഉണ്ടോ? ദാ അടുത്ത അടിപൊളി സദ്യ വിത്ത് ദ ഹോൾ ഫാമിലി. തിരുവോണത്തിൻ്റെ അന്ന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ദാ പോസ്റ്റർ ഉണ്ടാക്കണം, മാമൻ്റെ വീട്ടിൽ പോകണം, പുതിയ ഡ്രസ്സ് ഇടണം, അവിടെ ഓരോ പരിപാടികൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നേരെ ഇട്ടിരുന്നു. അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ലാസ്റ്റ് ഷോട്ട് വെച്ചിട്ട് ഞാൻ എൻഡ് ചെയ്യാം. ഇതെൻ്റെ നീസ് ആൻഡ് നെഫ്യൂ ആണ്. ഞങ്ങളുടെ സ്റ്റോറി ടൈം വെച്ചിട്ട് ഈ വർഷത്തെ ഓണം വ്ലോഗ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പറയണ നമുക്ക് മനസ്സിലാവില്ലല്ലോ. കുട്ടി ഓടിപ്പോവും. അപ്പോൾ സ്കൂൾ ബസ് വരും, കുട്ടി എന്ത് ചെയ്യും, സ്കൂളിലേക്ക് ഓടിപ്പോവും. അപ്പം ഇവിടെ നിന്ന് ഉണ്ടാവും തത്തമ്മ വിളിക്കും. എങ്ങനെ സൗണ്ട് അല്ലേ? അങ്ങനെ അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു ദിവസമുണ്ട് തത്തമ്മ, ഒരു ദിവസമുണ്ട് കുട്ടീൻ്റെ വീട്ടിൽ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്. കുട്ടി ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. ആ വീട്ടിലിരിക്കണം.